നേരത്തെ അതെല്ലാം ഇന്റർവ്യൂസ് പറഞ്ഞു തന്നെയാണ് അതിനുള്ള ഉത്തരം. ഇന്ന് അതിൻ്റെ ഒരു ഹാഫ് റിവ്യൂ നടന്നു വനിതയിൽ. നമ്മൾ ഡിസ്നിന്ന് ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി മറ്റ് ഇനിയും 23-ാം തീയതി തൊട്ട് ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകരിന് എത്തിക്കൂ. നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം നിങ്ങൾ പറയുക. എന്താണെങ്കിലും ഐ വെൽക്കം ഇറ്റ് ഇൻ എ വെരി ക്ലിയർ മൈൻഡ്. വൺസ് അഗെയിൻ താങ്ക് യു. എനിക്ക് ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂസിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാണ് ഈ സീരീസിനെ കുറിച്ചുള്ള എൻ്റെ വിശേഷം. ഇന്നിങ്ങനെ ഒരു പ്രസ് മീറ്റ് ഉണ്ട്. അഹമ്മദ് പറഞ്ഞത് ചെയ്തു. ഞാൻ അത് ഞാൻ പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞ ആ ഡയറക്ടറുടെ ഒരു വിഷൻ എന്താണോ അത് ഒരു ടൂൾ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഉൾപ്പെടെയുള്ള ലാൽ സാറ് തൊട്ട് ഞാൻ തൊട്ട് അതിൽ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസിനും അഹമ്മദിന്റെയും ആഷിഖിന്റെയും ആ ഡ്രീം നമ്മൾ കൂടെ നിന്നു മാത്രം. മലയാളം ഇൻഡസ്ട്രി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരുന്ന രീതിയിൽ അതൊരു പാർട്ടാണ്, ഹിസ്റ്ററിയാണല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്നത്. കേരള ക്രൈം ഫയൽ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ആദ്യത്തെ സിഗ്നേച്ചർ തന്നെ ചേട്ടനുണ്ട്, അഹമ്മദ് ചേട്ടനുണ്ട്. ആ ഒരു ക്രൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പെർമനന്റ് ആണ്, പെർമനന്റ് സിഗ്നേച്ചർ ഇഷ്ട പോലെ തന്നെയാണ്. ഇത് ശരിക്കും ഇങ്ങനെ ഒരു പ്ലാൻ ഇതിന് എത്രത്തോളം ടഫ് ചെയ്യുന്നു? ഹോട്ട്സ്റ്റാർ പോലെ ഒരു ഹിസ്റ്ററി ഒരു പാർട്ടായിട്ട് വരാൻ എത്രത്തോളം ടഫായിരുന്നു പ്രൊസീജിയർ? അതെനിക്ക് തോന്നുന്നു രാഹുലിനോട് നിങ്ങൾ ഉച്ചയ്ക്കത്തെ പ്രസ് മീറ്റിൽ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ എൻ്റെ എഴുത്തുകുത്തുകൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരിക്കണം. ഒരു കോർപ്പറേറ്റ് ആയിട്ട് സൈൻ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഹ്യൂജാണ്. സമയം ഒരുപാട് എടുക്കുന്ന കാര്യമാണ്. അതെല്ലാം രാഹുലിനും ടീമും അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇന്നത് ഡിസ്നിയിൽ വന്നു. അതിനോ അതൊരു പുതിയ തുടക്കമാവട്ടെ. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഒരുപാട് കഴിവുള്ള ടാലൻസിന് ഞാൻ പറഞ്ഞിട്ട് ആദ്യം ചെയ്യുമ്പോൾ ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്കറിയില്ല. ഈ കേരള ക്രൈം ഫയൽസ് ഷിജു പാറയിൽ വീട് നീണ്ടേറിക്കും ഞങ്ങളുടെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാം. അത് ഇനിയും വരും ദിവസങ്ങളിലായിരിക്കാം കാണുന്ന പ്രേക്ഷകർ അത് കണ്ടുപിടിച്ച് നമ്മളെ അറിയിക്കാൻ പോകുന്നത്. പക്ഷെ സ്റ്റിൽ ഒരു പരിധിയിൽ കൂടുതലായൊന്നുമില്ല. നിങ്ങൾക്കൊരു ആസ്വാദനം അത് നൽകുന്നുണ്ടെങ്കിൽ നമുക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. മുന്നോട്ടും ഇതും ആ തെറ്റുകൾ ക്ലിയർ ചെയ്ത് ഒരുപാട് സീരീസ് വരട്ടെ. പുതിയൊരു തുടക്കം, ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു സിനിമ പോലെ സീരിയലുകൾ പോലെ നമുക്ക് പ്രേക്ഷകർ കാണാനും ആസ്വദിക്കാനും അതേപോലെ ടാലന്റ് ഉള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. അത് വളരെയധികം സന്തോഷം. ഇംഗ്ലീഷിലൊക്കെ വെബ് സീരീസ് കാണുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഫോർ സംതിങ് ഇൻ മലയാളം. ഒരുപാട് സന്തോഷം. അഹമ്മദ് കബീർ സംതിങ് ഹാസ് ഓൾറെഡി പ്രൂവ്ഡ്. ഇത്രയും ഗംഭീര സിനിമകൾ ചെയ്തൊരു സംവിധായകൻ തന്നെ ഒരു ഡിഫറെന്റ് ജോണറിൽ, അദ്ദേഹം ചെയ്യാത്തൊരു ജോണറിൽ ഒരു ഫാബുലസ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ചിങ്. 3 സീരീസ് കണ്ടു. സോ ഈ സീസണിന്റെ ബാക്കി എപ്പിസോഡും കാണാൻ കാത്തിരിക്കുന്നു. സോ ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ചിങ് ഓൾ. ഒരുപാട് നല്ലൊരു സീരീസ് ആയിരുന്നു. സോ ലുക്കിംഗ് ഫോർവേഡ്.